Welcome everyone to 90 plus double power tuition, the world's first learning assurance model. So, namku 90 plus you'll be having the classes like on day one, it will be a concept session. Day one, we'll be discussing the concept. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. കോൺസെപ്റ്റ് നമ്മൾ നല്ല ഇൻഡെപ്തിൽ പോവും. ഗുഡ് ഈവനിങ്. സോ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി ആവും ടോപ്പിക്സിൽ. അത് കഴിഞ്ഞിട്ട് യു വിൽ ബി ഹാവിംഗ് യുവർ ഡെയിലി എക്സാംസ് ഇൻ ദ ലാസ്റ്റ് 10 minutes of your class. So on day 2, you will be having the workout session that you're having today with the concept that we were discussing yesterday. ഓക്കെ, അതില് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് ആൻസേഴ്സ് പറയാം. സോ ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ റിട്ടൺ എക്സാംസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി ടേക്കൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. അപ്പൊ എന്താണ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓരോ തവണ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും എക്സാം എഴുതുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് എന്താ കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. സോ ദ യു ക്യാൻ സ്കോർ ദ ബെറ്റർ മാർക്സ് ഇൻ എക്സാം. നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ടുഡേ ഇറ്റ് വിൽ ബി യുവർ വർക്ക്ഔട്ട് സെഷൻ. ടുഡേ we'll first go through the topics that we were discussing yesterday. Okay, so good evening Anna, Aryan, Ruth, Vetika, Aradhya, Leah, Sharon, Samuel, Srihari, Daksha, Akshita. So good evening everyone. നമുക്ക് I'll be sharing the screen. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ടോപ്പിക്സ്. നമ്മൾ ഇന്നലെ എടുത്ത ടോപ്പിക്സ് വിൽ ജസ്റ്റ് ഗോ ത്രൂ. ഓക്കെ, so that it will be helpful for you to recollect what all things we were discussing yesterday. And എന്തായിരുന്നു നമ്മൾ ഇന്നലെ we were discussing about the chapter mindful eating അല്ലെ. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. മൈൻഡ്ഫുൾ ഈറ്റിംഗില് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ആദ്യം തന്നെ നമ്മൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് നമ്മൾ എപ്പോ കഴിക്കുന്നു, എന്തിനു കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എന്ത് കൈൻഡ് ഓഫ് ഫുഡാ കഴിക്കുന്നത്, അറ്റ് വാട്ട് ടൈം വി ആർ ഈറ്റിംഗ്. യെസ് റുത്ത്. Ma'am, what's your name? Okay, my name is Rashmi Venugopal. So, hi Ruth. Okay. സോ നമുക്ക് എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്? അപ്പം നമ്മൾ എപ്പോ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു? ഓൾവേസ് ഹാവ് യുവർ ഫുഡ് വെൻ യു ആർ ഹംഗ്രി. നമ്മൾ അല്ലാതെ എപ്പോഴും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പല ടൈപ്പ് സാധനങ്ങൾ എടുത്ത് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുക. ഇതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലെ. നമുക്ക് ടു ലീഡ് എ ഹെൽത്തി ലൈഫ് വി നീഡ് ടു ഗോ ഫോർ എ ബാലൻസ്ഡ് ഡയറ്റ്, ദാറ്റ് ടു വിത്ത് all sorts of nutrients അല്ലെ. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് വിൽ ബി ഹാവിങ് ഓൾ കൈൻഡ്സ് ഓഫ് ന്യൂട്രിയൻസ്. അത് എന്തിനാണ്? നമുക്ക് നമ്മുടെ ബോഡി കുറച്ചുകൂടെ നല്ല രീതിയിൽ അല്ലെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ മൈൻഡ്ഫുൾ ഈറ്റിംഗ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിക്കുമ്പോൾ എവിടെയെങ്കിലും നോക്കുക, ടി വി നോക്കി കഴിക്കുക, ഫോണൊക്കെ നോക്കി സ്ക്രോൾ ചെയ്ത് കഴിക്കുക. അതൊന്നും ചെയ്യാതെ വാട്ട് എവർ യു ആർ ഡൂയിങ്, ഡു ഇറ്റ് മൈൻഡ്ഫുള്ളി. അതിൽ കംപ്ലീറ്റ്ലി ശ്രദ്ധ കൊടുത്ത് കഴിക്കുക. എന്ത് ഫുഡാണ് കഴിക്കുന്നത് അതിന്റെ ടേസ്റ്റും സ്മെല്ലും അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നന്നായി ച്യൂ ചെയ്യുക. വെൻ യു ആർ ഈറ്റിംഗ് സംതിങ് ഓൾവേസ് ച്യൂ ഇറ്റ്. നന്നായി ചവച്ചരച്ച് കഴിക്കുക. അതല്ലാണ്ട് വിഴിഞ്ഞരുത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവാണ്ടിരിക്കാനും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, so in the first glance we were discussing about the foods in different regions. അതില് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ? പഞ്ചാബ്, കർണാടക, അങ്ങനെ പല സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ. ഇൻ ഇന്ത്യ വി ഹാവ് മെനി സ്റ്റേറ്റ്സ്. അതിൽ ഓരോ സ്ഥലത്തും എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്, അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഏതാ, ലോക്കലി ഗ്രോൺ ക്രോപ്സ് ഏതാണ്, ബീവറേജസ് ഏതാന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്കറിയാം ഓരോ സ്ഥലത്ത് ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അവിടുത്തെ സോയിൽ കണ്ടീഷൻസും അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് മൂവിങ് ഓൺ, യെസ്, ദ ട്രഡീഷണൽ ഫുഡ് ഓഫ് എനി സ്റ്റേറ്റ് ഇസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ദ ക്രോപ്സ് ഗ്രോൺ ഇൻ ദാറ്റ് സ്റ്റേറ്റ് അല്ലെ. അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് നമ്മുടെ കേരളത്തിലൊക്കെ എന്താ? അരിയാണല്ലേ മെയിൻ ആയിട്ട്. അപ്പൊ അരി വിട്ട് നമുക്കൊരു കളിയില്ല മലയാളികൾക്ക്. അതേപോലെ തന്നെ നമുക്ക് ഏതാണോ ആ സ്ഥലത്തിന്റെ ട്രഡീഷണൽ ഫുഡ് അത് അവിടെ തന്നെ ലോക്കലി ഗ്രോൺ ആയിട്ടുള്ള ക്രോപ്പ് ആയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് so India is one of the best agricultural country with diverse soil and
climate types, and yes, അതുപോലെ തന്നെ എന്താ various crops are grown in different region depending upon the soil types and conditions. Climatic conditions ഉണ്ട് അതില്. അപ്പൊ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അത് അവിടെ കണ്ടു, പക്ഷെ അതേ സാധനം തന്നെ നമ്മുടെ നാട്ടിൽ വളരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ നാട്ടിലുള്ള സോയിൽ ടൈപ്പും ഇതൊക്കെ അനുസരിച്ചിരിക്കും. യെസ്, ഇൻഷ മറിയം ആൻഡ് ഇസ മറിയം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഇന്നില്ലേ എന്ത് എക്സാമാ വരുന്നേ നമുക്ക്? ഇന്ന് വർക്ക്ഔട്ട് സെഷൻ അല്ല 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 അല്ല, ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കായിരിക്കും ചെയ്യാട്ടോ. അപ്പൊ എക്സാം ഒന്നും ഇല്ലല്ലോ? ഇല്ല, എക്സാം ആയിട്ടില്ല, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കായിരിക്കും. ഓക്കെ, സോ യെസ്, അപ്പം നമുക്ക് അതുപോലെ തന്നെ വിട്ടുപോയി. ഇന്നലെ എക്സാമിന് നന്നായി സ്കോർ ചെയ്ത ആൾക്കാർക്ക് കൺഗ്രാറ്റുലേഷൻസ്. സോ യു ക്യാൻ ഗിവ് എ ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തട്ടാം. നിങ്ങൾക്ക് നന്നായി നല്ല മാർക്ക് സ്കോർ ചെയ്തു. സോ യു ക്യാൻ അപ്രീഷിയേറ്റ് യുവർ സെൽഫ് അല്ലേ. അപ്പൊ നമ്മളെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അതും നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പം എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഓൾ ദോസ് ഹു സ്കോർഡ് ഗുഡ് മാർക്സ് ആൻഡ് ദ വൺസ് ഹു ഗോട്ട് ലൈക്ക് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ സാരില്ല, യു ക്യാൻ സ്കോർ ഇറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ് ഇന്നലെ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ട് വിചാരിക്കുന്നു. ഇതും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് എന്താ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അല്ലെ. ഷൂട്ട് സിസ്റ്റം ഉണ്ട്, റൂട്ട് സിസ്റ്റം ഉണ്ട്. ഷൂട്ട് സിസ്റ്റത്തിൽ എന്താ എബൌവ് ദ റൂട്ട് ഓർത്താൽ മതി. എബൌവ് ദ റൂട്ട് ഓർക്കുക. അപ്പൊ എന്താണ്, ലീഫ് ഉണ്ടാവും, ഫ്ലവേഴ്സ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, സ്റ്റെംസ് ഉണ്ടാവും. സോ ഇത്രയും കാര്യമാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ഷൂട്ട് സിസ്റ്റത്തിൽ വരുന്നത്. ആൻഡ് ദെൻ കംസ് യുവർ റൂട്ട് സിസ്റ്റം. അവിടെയാണ് നമ്മുടെ റൂട്ട്സ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബീസ് എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്. യെസ്, ജോവാൻ ജോൺസൺ, നമുക്കൊന്ന് എന്തായിരുന്നു ജോവാൻ? യെസ്, എക്സാം ഉണ്ടായിരുന്നു. എക്സാം അല്ല, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമുക്ക് എക്സാം ആയിട്ടല്ല, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ എക്സാം അല്ല, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് പിന്നെ പറയാൻ പാടില്ല. ഓക്കെ ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്തിട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, നമ്മളിതൊക്കെ ചോദിച്ചു പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കാം. ഓക്കെ, ആദ്യം റിവൈസ് ചെയ്ത് നമുക്ക് പോവാം. സോ യെസ്, അപ്പൊ അതുപോലെ തന്നെ എന്താണ് ബീസ് എങ്ങനെയാ അല്ലെ കളക്ട് ചെയ്യുന്നത്. ആദ്യം പൂവിൽ നിന്ന് അത് കളക്ട് ചെയ്യും, നെക്ടർ കളക്ട് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഹണി ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഹൈവ്സ്. അത് അവർക്ക് ഒരു വർഷം അല്ലെ, എപ്പോഴും അത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അത് സ്റ്റോർ ചെയ്യാൻ അവര് തന്നെ ശ്രദ്ധിക്കും. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, then how cooking practices have changed over time. In the traditional times it was chulha and silbata for grinding and cooking, and in the modern time it has become gas stove and electric grinder അല്ലെ. മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു, കുറെ സിൽബട്ടയും അതുപോലെ തന്നെ അടുപ്പ് അങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി, ഇപ്പം മൊത്തത്തിൽ മാറി അല്ലെ. ഇപ്പൊ ഗ്യാസ് സ്റ്റവും ഇലക്ട്രിക് ഗ്രൈൻഡേഴ്സ് ഒക്കെ ആയിട്ട് മാറി. സോ യെസ്, കുക്കിംഗ് പ്രാക്ടീസസിനെയാണ് കേട്ടോ ക്യുലിനറി പ്രാക്ടീസ് എന്ന് പറയുന്നത്. ക്യുലിനറി പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ആലോചിക്കേണ്ട. ഇറ്റ് ഇസ് സിമിലർ ടു കുക്കിംഗ് പ്രാക്ടീസ് and it has changed over time, and there is a significant difference between the traditional and modern culinary practices. And earlier endana most of the cooking was done using the chulha. അതുപോലെ എന്താ നമ്മൾക്ക് ഇപ്പോഴാണെങ്കിലോ it's being using the modern gas stoves. ഓക്കെ അല്ലേ. സോ അതേപോലെ തന്നെയാണ് ഗ്രൈൻഡിങ്ങിന് എന്താണ് സിൽബട്ട യൂസ് ചെയ്തു. ഇപ്പം ഇറ്റ് ഇസ് ദ ഇലക്ട്രിക് ഗ്രൈൻഡർ. സോ ദീസ് ചേഞ്ചസ് മേ ബി ഡ്യൂ ടു എന്തുകൊണ്ടാണ് അല്ലെ, നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അത് ഇംപ്രൂവ് ചെയ്തു അല്ലെ. പണ്ടത്തെ പോലെയാണോ, ഇപ്പം ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൂടി, കമ്മ്യൂണിക്കേഷൻസ് കൂടി, ഒത്തിരി ടെക്നോളജീസ് വന്നു. സോ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇത്രയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുള്ളത്. And we were then discussing about the food components. എന്തൊക്കെയാണ് ഫുഡ് കോമ്പണൻസ് നമുക്കറിയാം. മെയിൻലി ഫുഡ് കോമ്പണൻസിൽ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തായിരുന്നു, ന്യൂട്രിയൻസ് ആയിരുന്നു അല്ലെ. എന്താ ന്യൂട്രിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ ന്യൂട്രിയൻസ് ആർ ദ ഫുഡ് കോമ്പണന്റ്. എന്തൊക്കെ ഫുഡ് കോമ്പണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്തിനാ ഹെൽപ്പ് ചെയ്യുക, ഒരു സെക്കൻഡ് കേട്ടോ ഹലീമത്തും. ഇതൊക്കെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ, നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ എന്താണ് ഇറ്റ് ഹെൽപ്സ് us ടു
പ്രൊട്ടക്ട് ഫ്രം ഡിസീസസ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിലി ഫങ്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ന്യൂട്രിയൻസ്. ഓക്കെ, യെസ് ഹലീമത്തു. ഇത് വർക്ക്ഔട്ട് ഡേ ആണ് മാം. യെസ്, ഇന്ന് വർക്ക്ഔട്ട് ഡേ ആണ് ഹലീമത്ത്. ഓക്കെ, സോ എന്തൊക്കെയാ മേജർ ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞു ഇന്നലെ. അതുപോലെ തന്നെ വി വർ എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ്. ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ്? ദ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ നോൺ ആസ് ദ പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് us ടു കീപ് our ബോഡി ഹെൽത്തി ആൻഡ് അവേ ഫ്രം ഡിസീസസ്. ഓർക്കണില്ലേ എല്ലാം? അക്ഷിത, അന്ന, ദൃശ്യ, അഷാസ്, ആന്റണി, അബിഗേൽ, ഓർമ്മയുണ്ടോ? ഓർമ്മ വരുന്നുണ്ടോ? റുത്ത്, ലിയ, ഗ്രേസ്, ആര്യൻ, അനിൽ, ദക്ഷ, ഫർഹിയ, ബിന്ദു, ഫർഹിയ, ബിൻ, ലുക്ക്. Please turn on the camera. Arish, turn on your camera. Joanne, please turn on the camera. Those who didn't turn on your cameras, please turn on. Camera on ആക്കിയിട്ട് ഇരിക്കുക കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ എടുത്ത് പറയേണ്ടി വരും, ഈ കുട്ടി ക്യാമറ ഓൺ ആക്കിയില്ല എന്താന്ന് ചോദിക്കുമെന്ന് പറയേണ്ടി വരില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ക്യാമറ ഓൺ ചെയ്യാം. പിന്നെ അവര് നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കും എന്തേ ഓൺ ചെയ്യാത്തേന്ന്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറാസ്. ഓക്കെ, സോ യെസ്, വി ഗോയിങ് ബാക്ക്. The vitamins and minerals എന്താണ്? We call them as the protective nutrients. എന്തുകൊണ്ട്? They protect us from diseases and helps to keep our body healthy. Okay, moving on. Yes, these are the 5 major nutrients that we were discussing yesterday. അതില് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെ ഫുഡ് ഐറ്റത്തിലാണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും വി ഹാവ് ഡിസ്കസ്ഡ് യെസ്റ്റർഡേ. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ദ കാർബോഹൈഡ്രേറ്റ്സ്. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? കാർബോഹൈഡ്രേറ്റ്സ് ആർ എനർജി പ്രൊവൈഡിങ് ഫുഡ് അല്ലെ. നമുക്കൊരു നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു സംഭവമാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്സ്. സോ യെസ്, യു കെൻ സീ ഹിയർ ദ കാർബോഹൈഡ്രേറ്റ്സ് ആർ വൺ ഓഫ് ദ primary source of energy in our diet, and these are present in the cereals like wheat, rice and maize. അതുപോലെ തന്നെ vegetables like potato, sweet potato, fruits like banana, pineapple and mango. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റന്റ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് കഴിക്കുക? ഗ്ലൂക്കോസ് കഴിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ എന്താണ്? ഗ്ലൂക്കോസ് ഇസ് ഓൾസോ എ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. യെസ് ഹലീമത്ത്, എന്താണ്? ഹലീമത്ത്, ഷാദിയ. ഓക്കെ, ജോവാൻ ജോൺസൺ, യു ഹാവ് റേസ്ഡ് യുവർ ഹാൻഡ്. എന്തായിരുന്നു ജോവാൻ? മാഡം, ഈ കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റ്സിനെയും എനർജി ഗിവിംഗ് ഫുഡ്സ് എന്നാണോ വിളിക്കണേ? അതെ 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 അതെ, എനർജി പ്രൊവൈഡിങ് ഫുഡ്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്താണ്? ഗ്ലൂക്കോസ് ഓൾസോ പ്രൊവൈഡ്സ് ഇൻസ്റ്റന്റ് എനർജി. സോ ഗ്ലൂക്കോസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ കാർബോഹൈഡ്രേറ്റ്സ്. And moving on, next we were discussing about the fats. എന്താണ്? ഫാറ്റ് യൂസസ് എന്ത് എനർജിയാണ്? സ്റ്റോർഡ് എനർജിയാണ്. അതുപോലെ തന്നെ എന്താണ്? ഫാറ്റ്സ് പ്ലാന്റ് ബേസ്ഡും ഉണ്ട്, ആനിമൽ ബേസ്ഡും ഉണ്ട്. അത് എന്തിലൊക്കെ പ്രസന്റ് ആണെന്നുള്ളത് നോക്കി. ഇൻ നട്ട്സ് സച്ച് ആസ് ഗ്രൗണ്ട് നട്ട്സ്, വാൾനട്ട്സ്, അതുപോലെ തന്നെ പംകിൻ സീഡ്, ആമണ്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ്, ഇതിലൊക്കെ എന്ത് പ്രസന്റ് ആണ്? ഇതിലൊക്കെ പ്രസന്റ് ആണ് എന്ത്? നമ്മളുടെ ഫാറ്റ് എന്ന് പറയുന്ന ന്യൂട്രിയന്റ്. സോ ഫാറ്റ് is a source of stored energy. എപ്പോഴും എന്താണ്? സ്റ്റോർഡ് എനർജി ആണെന്ന് ഓർക്കണം. അപ്പൊ നമുക്ക് എന്താ നമ്മുടെ ബോഡിയിൽ അല്ലെ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് നിന്ന് ഏതൊക്കെ ഫുഡ് ഐറ്റത്തിൽ നിന്ന് നമുക്ക് ഫാറ്റ് കിട്ടും എന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലായി കാണും. സോ യെസ്, ദ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ് പ്രൊവൈഡ്സ് us എനർജി ഫോർ വേരിയസ് ആക്ടിവിറ്റീസ്. അപ്പം നമുക്ക് എന്ത് വിളിക്കാം അവരെ? വി ക്യാൻ കോൾ ദം ആസ് എനർജി ഗിവിംഗ് ഫുഡ് ഐറ്റംസ്. ഓക്കെ, ആശ്വിക എം ആർ, ഇൻഷ മറിയം, നിഹാൽ കൃഷ്ണ, ആദിശങ്കർ, അനിരുദ്ധ് ഉണ്ണികൃഷ്ണൻ, ആരുഷ്, എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. ശ്രീഹരി, ഷർസു, please turn on your cameras. So then we were discussing about the proteins. They are called as the bodybuilding food. നമ്മുടെ
കുറെ പ്രോട്ടീൻ റിച്ച് ഫുഡ് ഐറ്റംസിനെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് പൾസസ് ആർ ഗുഡ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻ. അതേപോലെ ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? എഗ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മീറ്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ആനിമൽ ബേസ്ഡ് ആണ്. സോ ദ പ്ലാന്റ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻ സച്ച് ആസ് പൾസസ്, ബീൻസ് ആൻഡ് പീസ് ആൻഡ് നട്ട്സ്. അതുപോലെ തന്നെ ആനിമൽ സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്തൊക്കെയാണ്? മിൽക്കും പനീറും എഗ്ഗും ഫിഷും മീറ്റും ഒക്കെ എന്താണ്? ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് ആണ്. സോ നമ്മളെ അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്? സ്പോർട്സ് പേഴ്സൺ അതുപോലെ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് എന്നാ നമ്മൾ കഴിക്കുന്നതിനും ഒരു പരിധി കൂടുതൽ പ്രോട്ടീൻസ് ആവശ്യമാണ്. ഫോർ ബിൽഡിംഗ് ദ മസിൽസ്. ഒക്കെ ഓർമ്മ വരുന്നില്ലേ? നിഹാൽ, രുത്, അശ്വിക, അനിരുദ്ധ് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആശ്വിക, അഷാസ്, അഷാദ്, സാമുവൽ, ദക്ഷ, ജവാനെ ഓർമ്മ വരുന്നില്ലേ ഇതൊക്കെ? ഓക്കെ. So next, it is called as the body building food. എന്തുകൊണ്ടാണ്? It helps in the growth and repair of our body. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? The proteins are called as the body building food. എപ്പോഴും ഓർക്കണം കേട്ടോ, പ്രോട്ടീൻസ് എപ്പോഴും ബോഡി ബിൽഡിംഗ് ഫുഡാണ്. അത് ഏതൊക്കെ രീതിക്കാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. വൈ ആർ പ്രോട്ടീൻസ് കോൾഡ് ആസ് ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്താണ്? ഇത് നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റിപ്പയർ ഓഫ് ബോഡി. സോ യെസ്, ഇതിൽ സ്പ്രൗട്ട് സാലഡ് ആണ് കണ്ടിരിക്കുന്നത്. സോ ഇത് സ്പ്രൗട്ട് സാലഡ് ഇസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അപ്പം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാലഡ്സ് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടേസ്റ്റ്. ഓക്കെ, നമ്മുടെ ടേസ്റ്റും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫോമിൽ നമുക്ക് അറിയാം ഇപ്പൊ എന്തിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്, എന്തിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എന്തിലൊക്കെ ഫാറ്റ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട് എന്നൊക്കെ അറിയാം. അപ്പം നമ്മൾക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ വെജീസോ അല്ലെങ്കിൽ ആഡ് ഓൺസ് നമുക്ക് സെലക്ട് ചെയ്യാം. പനീർ സോസും അങ്ങനത്തെ പല സോസസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ നമുക്കൊരു അടിപൊളി പ്രോട്ടീൻ സാലഡ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഇസ് മിനറൽസ്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മൂവിങ് ഓൺ, വി വർ ഡിസ്കസിങ് അബൌട്ട് ദ വൈറ്റമിൻ എ. എന്താണ് വൈറ്റമിൻ എ? ഇസ് ഗുഡ് ഫോർ ദ സ്കിൻ, ഹെയർ ആൻഡ് ഐസ്. നമ്മുടെ കണ്ണിനും ഹെയറിനും ഐസിനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ്. ഇത് മെയിൻലി നമ്മുടെ ക്യാരറ്റ്സ്, ചീരയില്ലേ, അതാണ് അമരാന്തസ്, ചീര. അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ്. നമ്മൾ എപ്പോഴും എന്താണ്, നമ്മൾ മിൽക്കൊക്കെ എടുക്കുമ്പോൾ, നിങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ നിങ്ങൾക്കൊക്കെ എന്താണ് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാം, അതിനകത്തൊക്കെ ഉണ്ടാവും. പിന്നെ പല ടൈപ്സ് ഓഫ് മിൽക്സ് ഉണ്ട് അല്ലെ. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ഫാറ്റ്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് പ്രസന്റ്, എന്താണ് നമുക്ക് പറയാം അല്ലെ. മിൽക്കും ഒരു അടിപൊളി സോഴ്സ് ആണ് വൈറ്റമിൻ എന്റെ. നമ്മൾ എടുക്കുന്ന മിൽക്കൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ. പിന്നെ ലിവറിലുണ്ട്, പീ ലീവ്സിലുണ്ട്, ടാരോ ലീവ്സ്, മൊറിങ്ക ലീവ്സ്, ഇതൊക്കെ കുറെ ടൈപ്സ് ലീവ്സ് ആണ്. അപ്പൊ ലീഫി വെജിറ്റബിൾസ് നന്നായി കഴിച്ചാൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഫോർ ദ എന്തിനൊക്കെയാണ്, നമ്മുടെ കണ്ണിനും ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. സോ ഹിയർ യു ക്യാൻ സീ ദ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ദാറ്റ് ആർ ദ ഗുഡ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ എ. ഹലീമത്ത് എന്തായിരുന്നു? ഹലീമത്ത്, അതുപോലെ ജോവാൻ എന്തായിരുന്നു ഹാൻഡ് റൈസ് ചെയ്തത്? മാം, ആ, ഈ ചോളം വൈറ്റമിനിലാണോ അതോ വേറെ ചോളം ഏതെങ്കിലും? ചോളം ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കോണല്ലേ ഉദ്ദേശിച്ചത്? നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞുതരാം. ഹലീമത്ത് ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടായിരുന്നോ? നോ. ആ, ഞാൻ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, സോ മൂവിങ് ഓൺ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ കോണിന്റെ കാര്യം. Okay, next is vitamin B. So B vitamins are the vitamin that are water soluble. അത് water soluble ആണ്. അതുപോലെ തന്നെ എന്താ essential for multiple physiological functions. നമ്മുടെ ബോഡിയിലുള്ള പല physiological functionsനും എന്ത് ഇമ്പോർട്ടന്റ് ആണ്? വൈറ്റമിൻ ബി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇറ്റ് ഓൾവേസ് ഹെൽപ്സ് ടു കീപ് our heart healthy. നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആവാനും നമ്മുടെ ബോഡിയിൽ പല ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നല്ല രീതിക്ക് പോവാനും എന്ത് ഇമ്പോർട്ടന്റ് ആണ്? ദ വൈറ്റമിൻ ബി ഇസ് വെരി ഇമ്പോർട്ടന്റ്. മൂവിങ് ഓൺ, ദീസ് ആർ സം ഫുഡ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ ബി. ഓക്കെ, എന്തൊക്കെയാ? ലെഗ്യൂംസ്, നട്ട്സ്, ഹോൾ ഗ്രെയിൻസ്,
സീഡ്സും മിൽക്ക് പ്രൊഡക്റ്റും ഒക്കെ എന്താണ്, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഫോർ വൈറ്റമിൻ ഡി. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ എക്സാമ്പിൾസ് ഓഫ് വൈറ്റമിൻ ഡി ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഒത്തിരി ഉണ്ട്, ഇതിൽ പെടാത്തതും കുറെ കാര്യങ്ങളുണ്ട്. It's not always easy to remember everything, but you can just keep some of the examples in your mind for the exam purpose മാത്രമല്ല ഈ ഒരു ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലേക്കും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, മനസ്സിലായോ ഗൗരി, ആത്വിക, ആരാധ്യ, അബിഗേൽ, ആര്യൻ, ഫർഹിയ, ബിന്ത്? മനസ്സിലാവുണ്ടോ? ഷാരോൺ, അന്ന, വേദിക, ദൃശ്യ, ലിയ, മാധവ്, യു റേസ്ഡ് യുവർ ഹാൻഡ്. എന്തായിരുന്നു മാധവ്? മാം അപ്പൊ ഈ പംകിൻ സീഡ് ഏത് വൈറ്റമിന്? എടാ, പംകിൻ സീഡ് എല്ലാത്തിനും നല്ലതാണ്. നമുക്ക് അതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നും പറയാനില്ല. ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് സോഴ്സ് ഫോർ എന്താ പറയാ, ദാറ്റ് ഹാസ് എവറിത്തിങ്. നമുക്ക് വേണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് നല്ല സീഡ്സ് ഒക്കെ കഴിക്കാൻ. നട്ട്സും സീഡ്സ് ഒക്കെ വരുന്നുണ്ട്, ഫാറ്റിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അധികവും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ പംകിൻ സീഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതായിട്ട്, അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും കഴിക്കാം. ഓക്കെ, എന്താണ്? സ്ട്രോബെറി. സ്ട്രോബെറി കഴിക്കാം. സ്ട്രോബെറി ബെറീസ് കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ പല പല നിങ്ങൾക്ക് അറിയില്ലേ, പല പല ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരും. അപ്പം ഓരോ തവണ നമ്മൾ എന്താ പറയാ, അത് കഴിക്കാവോ ഇത് കഴിക്കാവോ നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ ഒരുവിധം നമുക്ക് പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. ദാൻ ഗോയിങ് ബിഹൈൻഡ് ദ ജങ്ക് ഫുഡ്, യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ദ ഹെൽത്തി ഓപ്ഷൻസ് ലൈക്ക് ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ്. പാല് കുടിക്കാം, മുട്ട, ഇതൊക്കെ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ എപ്പോഴും എന്താണ്, വി ഓൾവേസ് ഗോ ബിഹൈൻഡ് സം ജങ്ക് ഫുഡ്സ്. സോ അത് കഴിക്കുന്നതിലും എത്രയോ ബെറ്റർ ആണ് ഇഫ് വി ഗോ ഫോർ ദീസ് കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റംസ്. സോ നമുക്ക് മൂവിങ് ഓൺ, ഇത് റിവിഷൻ ആണ്, നമുക്ക് ജസ്റ്റ് ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് വീൽ സ്റ്റാർട്ട് വിത്ത് ആ വർക്ക്ഔട്ട് സെഷൻ ടുഡേ. ആൻഡ് നെക്സ്റ്റ് ഇസ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്തിനൊക്കെയായിരുന്നു നല്ലത് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ? ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ് ഫോർ ഫൈറ്റിംഗ് ഡിസീസസ്. നമ്മുടെ ബോഡിയിൽ പലതരം ഡിസീസസും നമുക്ക് വയ്യാത്ത കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ the doctors will always prescribe or tell us to have or go for the vitamin C rich foods. അതെന്തൊക്കെയായിരുന്നു? ഓറഞ്ചിലുണ്ട്, ലെമണിലുണ്ട്, കിവി, അംല, ഇതിലൊക്കെ എന്താണ് വൈറ്റമിൻ സി റിച്ച് ആണ്. സോ ലൈക്ക് ഹിയർ യു കെൻ സീ ദീസ് ആർ ഓൾവേസ് ഹെൽപ്ഫുൾ ഫോർ ഫൈറ്റിംഗ് ഡിസീസസ്. അതുപോലെ തന്നെ അതെ, ഹിയർ യു കെൻ സീ ദ ഗോവ, അംല, ഇതൊക്കെ എന്താണ്, all these are the good sources of vitamin C. മൂവിങ് ഓൺ ഫോർ ദ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയിൽ എന്തൊക്കെയാണ്? ഹെൽത്ത് ഓഫ് ബോണും ടീത്തും, അതുപോലെ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം, ഫോസ്ഫറസ്, ഇങ്ങനത്തെ എല്ലാത്തിനും എന്താണ് വളരെ നെസസറി ആണ് എന്ത്? വൈറ്റമിൻ ഡി. ആൻഡ് ഈ വൈറ്റമിൻ ഡി എന്തെന്നൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്? ദ മെയിൻ നാച്ചുറൽ സോഴ്സ് ഇസ് നൺ അതർ ദാൻ ദ സൺ. നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിൻ ഡി നമുക്ക് വളരെ നാച്ചുറലി അവൈലബിൾ ആയിട്ടല്ലേ, നമുക്കൊരു പൈസ പോലും കൊടുക്കാതെ അടിപൊളിയായിട്ട് നമുക്ക് നല്ലപോലെ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? വൈറ്റമിൻ ഡി ഉണ്ടാവും. നിങ്ങൾ കണ്ടില്ലേ, D3 കുറവാണ്, D3 കുറവാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? സോ നമുക്ക് D3 കുറയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഇതുപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. കുറച്ച് വെയിലൊക്കെ കൊള്ളുക, അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ് നന്നായി കഴിക്കുക. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ കുക്ക്ഡ്. അപ്പൊ എന്ത് പറ്റും? നമുക്കറിയാലേ, വൈറ്റമിൻ സി ഡിസോൾവ് ആയി പോകും സ്റ്റീമില്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഫോർ വാഷിംഗ്. എന്താണ്, നന്നായി തെറോ ആയിട്ട് വാഷ് ചെയ്യുക. തെറോ ആയിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അഡ്വൈസബിൾ. ബിക്കോസ് എന്താണ്, അതിന്റെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ വെള്ളത്തിലേ അങ്ങ് പോകും. ഓക്കെ, അശ്വിക ഞാൻ വരുന്നു കേട്ടോ. അശ്വിക, നെക്സ്റ്റ് ഇസ് മിനറൽസ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്? അയൺ, വിച്ച് ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ. അപ്പൊ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ കുറവാ പറയാണ്. അപ്പൊ എന്താണ്? അയൺ ഡെഫിഷ്യൻസി ആണ് അല്ലെ, അത് അനീമിയ എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ്, ലീഫി വെജിറ്റബിൾസും ഇതുപോലെ തന്നെ സീഡ്സ് ഓഫ് പംകിൻ, പൊമഗ്രാനേറ്റ്, ബീറ്റ്റൂട്ട്, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അല്ലെ. ഡേറ്റ്സ് കഴിക്കാൻ പറയും. അതുപോലെ തന്നെ അയൺ കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കാൽഷ്യം. ഇതിലെന്താണ്? ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഫോർ ദ ബോൺസ് ആൻഡ് ടീത്ത്. അത് നമുക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിൽ കിട്ടുന്നതാണ് കാൽഷ്യം. നെക്സ്റ്റ് എന്താണ്?
മെയിൻ ആയിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത് ഇറ്റ്സ് അബൌട്ട് ദ അയഡിൻ അല്ലെ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദേ അവിടെ ഒരു ഫോട്ടോയിൽ കണ്ടോ അയഡിൻ. ഇതൊക്കെ ഇന്നലെ നമ്മൾ എടുത്താണ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഒരു പ്രോപ്പർ ഫങ്ഷനിങ്ങിനും അതുപോലെ മെന്റൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ് എന്ത് അയഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള മിനറൽ. സോ ദീസ് ആർ എന്താ പറയാ പ്രസന്റ് ഇൻ മെയിൻലി എന്താണ് സീ ഫുഡ് ഐറ്റംസ്, അതുപോലെ ഹെഡ് ഓഫ് ഫിഷസ് അല്ലെ, കടലിലുള്ള ഫിഷിന്റെ ഒക്കെ ഹെഡ് പോർഷൻ അതിലൊക്കെ അവൈലബിൾ ആൻഡ് ദ മെയിൻ സോഴ്സ് എന്താണ് അയഡൈസ്ഡ് സോളിഡ്. ഓക്കെ ഡൺ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അശ്വിക പറഞ്ഞോളൂ. അശ്വിക, ഡേ 2 ആണോ? ഇന്ന് ഡേ 2 അല്ല, ഇന്ന് വർക്ക്ഔട്ട് സെഷൻ ആണ്. ഇന്നലെ എടുത്ത ടോപ്പിക്സ് ഞാൻ 1 by 1 നിങ്ങളുടെ പേര് വിളിക്കും. യു ഹാവ് ടു ഗിവ് മീ ദ ആൻസർ. ഓക്കെ, സോ ഐ ഗിവ് യു ജസ്റ്റ് 2 to 3 minutes. Just go through all the topics and then we'll start the workout session. ഓക്കെ, അപ്പൊ എല്ലാരും എല്ലാ കാര്യങ്ങളും ഓർക്കുക. എന്താണ് അശ്വിക? അല്ല മാം, ഡേ 1 ആണോ ഡേ 2 ആണോ? എടാ, ഡേ 1ന്റെ വർക്ക്ഔട്ട് സെഷൻ ആണ് ഇന്ന്. ഓക്കെ, അക്ഷിത. യെസ് മാം, എനിക്ക് മാം ഇപ്പൊ ആരന്റെ PPT കാണിച്ചില്ലായിരുന്നു മാം, ഒരു ഡിസീസിന്റെ. അയഡിനാണോ? അയഡിനാണോ? അയഡിനല്ല, അയൺ അയരൺ. അയൺ ഡെഫിഷ്യൻസി. അയൺ ഡെഫിഷ്യൻസി മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെയാ? നമുക്ക് ബ്ലഡ് ലോസ് അല്ലെ, നമുക്ക് ബ്ലഡിന്റെ കുറവുണ്ടെങ്കിൽ. അപ്പൊ ഈ അയൺ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്, അതിന്റെ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ നന്നായി ഡേ ടു ഡേ ലൈഫിൽ കഴിക്കാം. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുണ്ട്, ബീട്രൂട്ട്, പോംഗ്രാനൈറ്റ്, ഡേറ്റ്സ്, പംകിൻസ്, ഇതിലൊക്കെ എന്തുണ്ട്? നമുക്ക് അയൺ റിച്ച് ആണ്. അപ്പൊ അത് നന്നായി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ കുറച്ചൊരു ചേഞ്ച് വരുത്താൻ പറ്റും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് വി ടേക്ക് ഇൻ ആ ഡേ ടു ഡേ ബേസിസ്. നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു അതൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ ദ ടോപ്പിക്സ്. യെസ് വേദിക, വിമൽ. മാം, ഇത് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരുമ്പോ അതിന്റെ ആൻസർ ഇതിലേക്ക് ബുക്കിലേക്ക് എഴുതണോ? നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു കെൻ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ആൻഡ് ഐ എം ടെല്ലിങ് യു, in the very beginning there are certain conditions you are not supposed to put the answer in the chat box. Chat box ൽ ആൻസേഴ്സ് ഇടാൻ പാടില്ല. ഞാൻ 1 by 1 പേര് വിളിക്കും. I'll unmute them. They have to give me the answer. Okay, no one should put the answers in the chat box. Is it clear everyone? എല്ലാവർക്കും ക്ലിയർ അല്ലേ? Okay, so yeah, we'll begin with the session now. അപ്പം എല്ലാരും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. എന്തൊക്കെ നമ്മൾ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. സോ ഹിയർ വി ബിഗിൻസ് വിത്ത് ദ സെഷൻ. ഐ ഹോപ്പ് യു ഓൾ ക്യാൻ സീ ദ സ്ക്രീൻ നൗ അല്ലെ. I don't want mass answering. I don't want the answers to be in the chat box. I want everyone to turn on your cameras. If you don't turn on your cameras, I'll have to inform your class teacher that this particular student is not turning on the camera and they'll be talking to the parents. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒന്ന് ക്യാമറ ഓൺ ചെയ്യുക. ആരുഷ ആയാലും, അഷാസ്, അസാദ്, ആരാധ്യ, Arish, please turn on the camera. Dakshesh, turn on your camera. Adityan, Ayaz, Abdul Majid, please turn on your camera. ഇനി ഞാൻ ക്വസ്റ്റ്യൻ. യെസ് പറഞ്ഞോളൂ. മൈൻ വീഡിയോസ് ഓൺ ചെയ്യാ. മൈൻ വീഡിയോസ് ഓൺ ചെയ്യാ. വീഡിയോ ഓൺ ആണ്, ബട്ട് ഐ കാൻ സീ യു. നോക്കട്ടെ. പക്ഷെ ആരുഷിനെ ആയാലും ആദിത്യനെ ആയാലും ഗൗരി ജിഡി, എന്താണ് ഗൗരി? മാം, ഞാനിപ്പോ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തോട്ടെ. എന്ത് പറ്റി? അത് എന്താ, ഞാൻ അമ്മ എടുത്തിട്ടൊന്ന് പോയിട്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. സോ ഹിയർ വി ബിഗിൻസ് വിത്ത് ദ സെഷൻ നൗ. സോ ഞാൻ പറഞ്ഞ പോലെ ചാറ്റ് ബോക്സിൽ ആരും ആൻസേഴ്സ് ഇടേണ്ടതില്ല. ഐ വിൽ കോൾ യു 1 by 1 and at that time you can give me the answer. Okay,
So mindful eating mainly involves, you have the option here. The first question goes to, one second. Vedika Vimal. The first question, mindful eating mainly involves. Vedika Vimal. Yes, Vedika. Um, eating without thinking. ഓക്കെ, അതാണോ? ഒന്ന് നോക്കി നോക്കൂ, കുറെ ഓപ്ഷൻസ് ഉണ്ട്. എന്തായിരിക്കും? ഞാൻ ഇന്നലെ പറഞ്ഞു എന്താണ്, ഇന്നും ഞാൻ പറഞ്ഞു എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. യു ഡോണ്ട് ഹാവ് ടു റേസ് യുവർ ഹാൻഡ് ഫോർ ഗിവിംഗ് ദ ആൻസേഴ്സ്. ഐ വിൽ കോൾ യു വൺ ബൈ വൺ. ഓക്കെ. ആ, വേദിക ഒന്ന് നോക്കൂ, ഒന്ന് Eating വായിച്ചു നോക്കൂ. fast, miss. സോറി, Eating fast. നോ, ദാറ്റ് ഇസ് നോട്ട് ദ ആൻസർ. ഓക്കെ. Drishya, can you give me the answer for the first question? ഒരു സെക്കൻഡ്, പറയൂ ദൃശ്യ. മാം ഓപ്ഷൻ സി. യെസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് പേയിങ് ഫുൾ അറ്റൻഷൻ വൈൽ ഈറ്റിംഗ്. വെരി ഗുഡ് ദൃശ്യ. നമ്മൾ കഴിക്കുന്നത് എന്ത് ഫുഡും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു, ഏത് രീതിയിൽ നമ്മളത് കഴിക്കുന്നു ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ യു ഹാവ് ടു പേ ഫുൾ അറ്റൻഷൻ ടു ദ ഫുഡ് ദാറ്റ് യു ടേക്ക്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. The answer is option C. A balanced diet include. Leah, Yes, ma'am. a balanced diet include option A is only protein, only carbohydrates, all nutrients in proper proportions, only vitamins. എന്താണ് a balanced diet എന്ന് പറയുമ്പോൾ? ഓപ്ഷൻ സി. Yes, option C is the right answer. Very good, Leah. Okay. Okay, option C ആണ് റൈറ്റ് ആൻസർ. എന്താണ്, നമ്മൾ എടുക്കുന്ന എല്ലാ ഫുഡും പ്രോപ്പർ പോർഷനിൽ എടുക്കണം അല്ലെ, അതിൽ എല്ലാ ന്യൂട്രിയൻസും ഉണ്ടാവണം. സോ ഫർഹിയ ബിൻ, which Yes, ma'am. nutrient is the main source of energy? Is it protein, vitamin, carbohydrates or mineral? Which is the main source of energy? പ്രോട്ടീൻസ്. No, that is not the answer. Sharon Grace. Sharon Grace. Sharon Grace. Okay, Adi Shankar. Which nutrient is the main source of energy? ഏത് ന്യൂട്രിയന്റ് ആണ് മെയിൻ എനർജി സോഴ്സ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി. Option C. Very good. Carbohydrate is the main source of energy. Yes, very good. Ruth. Yes, Ruth. Yeah. Which food is rich in protein? ഇതിൽ ഏത് ഫുഡ് ആ rich in protein? ദാൽ. Dal. Okay. Dal is the good source of protein. Okay. A deficiency of second. Mridul. Calcium is important for dash. Calcium is important for dash. Calcium is important for dash. Mritul. കാൽഷ്യം എന്തിനൊക്കെ ഇമ്പോർട്ടന്റ് ഇതില്? നമ്മൾ എന്തിനാ കാൽഷ്യം എടുക്കണം, അല്ലെ ഒരു സോഴ്സ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത് എന്തിനാണ് മൃദുൽ? We can unmute.
മൃദുൽ പറയൂ, ആൻസർ പറയൂ. Strong bones and teeth. Very good. Calcium is very necessary for strong bones and teeth. Very good, Mritul. So, yes. Vitamin C is mainly found in Madhav. Madhav. Ma'am. Vitamin C ഏതിലൊക്കെയാ ഉള്ളത്? Option D. ഓപ്ഷൻ ഡിയിലാണോ വൈറ്റമിൻ സി ഉള്ളത്? Sorry, ma'am. വൈറ്റമിൻ Option. സി ആണ് ഞാൻ ചോദിച്ചത്. വൈറ്റമിൻ സി ഏതിലൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ. Option C. No, that is not the right answer. Eva Maria Pradeep. Eva Maria Pradeep. Eva Maria Pradeep. Vitamin C is mainly found in dash. Ma'am, ഞാൻ അറിയുമല്ല. In Eva Maria പ്രദീപിനെയാണ് ഞാൻ വിളിച്ചത്. ഐ എം സോറി. ഓക്കെ, ഞാൻ മാറിപ്പോയി കേട്ടോ. അൺമ്യൂട്ട് ചെയ്തത് മാറിപ്പോയി. ഇവ മരിയ പ്രദീപ്. ഇവ വൈറ്റമിൻ സി ഏതിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്? Citrus fruits. Yes, vitamin C is present in citrus fruits like lemon, orange. അല്ലേ? So, yes, citrus fruits. Srihari. Which mineral helps in oxygen transport in blood? കാൽസ്യം. ഉറപ്പാണോ? മാം. ഉറപ്പാണോ? യെസ്. Abigail Anthony. Abigail Anthony. Yes, teacher. പറയൂ, ഏത് മിനറൽ ആയിരിക്കും ഓക്സിജൻ ട്രാൻസ്പോർട്ടിംഗ് ബ്ലഡിന് ഹെൽപ്പ് ചെയ്യുന്നത്? Iron. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഇറ്റ് ഇസ് അയൺ. വെരി ഗുഡ് അബിഗേൽ. നമ്മുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ടിലെ നമ്മുടെ ബ്ലഡിലേക്ക് ബ്ലഡിലൂടെ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ്സ് നൺ അതർ ദാൻ അയൺ. സോ ഇനി അസേർഷൻ റീസൺ ആണ്. എല്ലാവരും നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? എയും ആറും ട്രൂ ആയിരിക്കുക. ആർ ഗിവ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇത് നോക്കി വെക്കാട്ടാ. ദ ക്വസ്റ്റ്യൻ കംസ് ഹിയർ. ആരാധ്യ. ആരാധ്യ. Yes, ma'am. Okay. Read this question and give me the correct answer. Okay, ma'am. You can read the question loudly. Okay, ma'am. Assertion: mindful eating improves digestion. Mm. Reason: it involves eating slowly and chewing properly. ഇത് രണ്ടും ട്രൂ ആണോ? എന്താണ് ആരാധ്യ? അക്കോർഡിംഗ് ടു ആരാധ്യ Assertion and reason is true. Yes, okay. R is the correct explanation of A. Okay, very good. അസേർഷനും റീസണും എന്താണ്? ട്രൂ ആണ്. നമ്മുടെ R is giving the correct explanation for A. Okay. So next question. Very good, Aradhya. Nihal Krishna. Unmute option ഞാൻ കൊടുത്തിട്ടുണ്ട്. Okay. Protein are body building nutrient. They help in growth and repair. എന്താണ്? According to Nihal Krishna, what is your answer for this particular assertion reason type of question? നിഹാൽ പറയൂ, ആൻസർ പറയൂ നിഹാൽ. നിഹാലെ ആൻസർ പറയൂ. അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞോളൂ.
എയും ആറും ട്രൂ ആണോ അതോ എ മാത്രമേ ട്രൂ ഉള്ളോ 6 ഫാൾസ് ആണോ എന്താണ് അക്കോർഡിംഗ് ടു നിഹാൽ? നിഹാൽ അൺമ്യൂട്ട് ചെയ്തോളൂ, ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പറയൂ നിഹാൽ കൃഷ്ണ. Nihal, are you saying something? But you are on mute, I think. You don't have to raise the answers for giving the answers, okay? You don't have to raise your hands. I'll call you one by one. Ashvika, I'll call you. Okay. Parayu Nihal, okay. Atmach. 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 ഇവിടുത്തെ ആത്മജ് 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 ഇതൊന്ന് വായിച്ചേ. Protein are body building nutrient. They help in growth and repair. Both are true. Both are true. Okay. അതുപോലെ 6 എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? Yes. ഓക്കെ, ഷുവർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. ആര്യൻ. ആര്യൻ, ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, okay. Aryan, can you give me one example for protein? Meat. Meat. Okay. Okay. Good, Aryan. മീറ്റും എഗ്ഗും ഒക്കെ എന്താണ്? ഓൾ ദീസ് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. എന്താ ഇതിന്റെ കൂടെ ആൻസേഴ്സ് വരുന്നില്ലയോ? ഒരു സെക്കൻഡ്. ആത്വിക. Can you tell us about calcium and give me one source of calcium? I'm not asking you only the source, but you have to tell us about calcium. Calcium kurichittu just tell us the things that you know. Why we need calcium and which are the good source of calcium. ഏതൊക്കെയാണ്? Please close your book. ആദ്വിക. യെസ്. എന്താണ് കാൽഷ്യം? എന്താണ് നമ്മൾ ഇന്ന് റിവിഷനിലും പറഞ്ഞു അല്ലെ കുറെ നേരം. കാൽഷ്യം ഇതിന് ഇമ്പോർട്ടന്റ് ആണ്, ആ കാര്യത്തിന് ഇമ്പോർട്ടന്റ് ആണ്, ഇതിലൊക്കെ കാൽഷ്യം ഉണ്ടെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യു നോ ദ ആൻസർ ആദ്വിക? പറയൂ അപ്പൊ. ഓക്കെ, അതുപോലെ ഒരു സോഴ്സ് പറയൂ, ഗുഡ് സോഴ്സ് ഓഫ് കാൽഷ്യം ഏതൊക്കെയാണ്? മിൽക്കും അതുപോലെ തന്നെ മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ എന്തിന് നല്ലതാണ്? കാൽഷ്യത്തിന്റെ നല്ലൊരു സോഴ്സ് ആണ്. ഓക്കെ, ഗുഡ് ആദ്വിക. സെക്കൻഡ്. So, which vitamin is obtained from sunlight? Sunlight നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഏതാണ്? ആശ്വിക. ഏത് വൈറ്റമിനാ നമുക്ക് സൺലൈറ്റ് നിന്ന് കിട്ടുന്നേ? മിസ്, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എടാ, സൺലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഏതാണ്? ഏത് വൈറ്റമിന്റെ നല്ലൊരു സോഴ്സ് ആണ് സൺലൈറ്റ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഈ വൈറ്റമിൻ. നോ, ദാറ്റ് ഇസ് നോട്ട് ദ ആൻസർ. സാമുവൽ മാത്യു. Can you give me the answer for this question? It's vitamin D. Yes, very good. It is vitamin D. വൈറ്റമിൻ ഡിന്റെ നല്ലൊരു സോഴ്സ് ആണ് എന്ത്? സൺലൈറ്റ്. ഓക്കെ, സോ യെസ്. ജോവാൻ ജോസഫ്.
Which disease is caused by the iron deficiency? ഏത് ഡിസീസ് ആണ് അയൺ ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്നത്? ഏത് ഡിസീസാ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പേര്. അയൺ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നത്. അനീമിയ. യെസ്, വെരി ഗുഡ്. ഇറ്റ് ഇസ് അനീമിയ അല്ലെ? അനീമിയ. ഓക്കെ, ഗുഡ് ഗുഡ്. ഇനി നമുക്ക് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗൗരി GD. Gauri, the first question goes to you, Gauri. Okay. What is balanced diet and its components? എന്താണ് balanced diet? ഞാൻ കുറേ തവണ from the very beginning I have been telling about balanced diet. ഇതിൽ ഇത്ര ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So, Gauri, can you tell us about balanced diet? Balanced diet. ക്ലാസ് ഓൺ പറയൂ. മാം അതിന്റെ ഇതാണോ പറയണ്ടേ? അതായത് എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത് ഗൗരി പറയണം. എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ ബാലൻസ്ഡ് ഡയറ്റ്? ബാലൻസ്ഡ് ഡയറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺട്രോൾ ഫുഡ്. കൺട്രോൾ ഫുഡ് അതാണോ ബാലൻസ്ഡ് ഡയറ്റ്? ആ പേര് തന്നെ ഉണ്ട്. എടാ, ആ പേര് തന്നെ ഉണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ബാലൻസ്ഡ് ഡയറ്റ് എന്നാ പറയണേ? എന്തായിരിക്കും ബാലൻസ്ഡ് ഡയറ്റ്? ഒന്ന് ഓർത്ത് നോക്കൂ. ഓർത്ത് നോക്കൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അസുഖങ്ങൾ വരില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. I'll give you one more minute. Just think and give me the answer for this question. ഓർത്ത് നോക്കൂ. യു ഡോണ്ട് ഹാവ് ടു ലുക്ക് ഇൻ ടു യുവർ ബുക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ പേരിൽ തന്നെ ആൻസർ ഉണ്ട്. ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ ഗൗരി, ക്യാൻ യു ടെൽ മീ അബൌട്ട് ദ ന്യൂട്രിയൻസ്? എന്തൊക്കെയാണ് ന്യൂട്രിയൻസ് എന്നൊന്ന് പറഞ്ഞേ. എഗ്, മീറ്റ്, എടാ, മിൽക്ക്. ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ന്യൂട്രിയൻസ് എന്നാ ഞാൻ ചോദിച്ചത്. ന്യൂട്രിയൻസ് മീൻസ് പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, അതുണ്ട്. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? ഫാറ്റ്, ആ കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ? ന്യൂട്രിയൻസ് ഒക്കെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മള്? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദീസ് ന്യൂട്രിയൻസ്? എടാ, അതല്ലടാ, ഈ ന്യൂട്രിയൻസ് നമ്മള് എന്തിനാ കഴിക്കണേന്നാ ഞാൻ ചോദിച്ചത്. വൈ ആർ വി ടേക്കിംഗ് ഓൾ ദീസ് ന്യൂട്രിയൻസ്? വി നോ ദർ ആർ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻ, മിനറൽസ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. ഐ എം ആസ്കിങ് യു, വൈ ആർ വി ടേക്കിംഗ് ദിസ്? നമ്മൾ എന്തിനാണ് ഈ ന്യൂട്രിയൻസ് ഒക്കെ എടുക്കണേന്നാ ചോദിച്ചത്. ഫോർ അവർ ഹെൽത്ത് അല്ലേ? ആ, ഗൗരിക്ക് പറയാനുള്ള പോയിന്റ്സ് ഒക്കെ പറയാം. ബുക്ക് നോക്കി വായിക്കണ്ട. ഞാൻ പറഞ്ഞു നന്നായി എല്ലാം വായിച്ച് നോക്കിയിട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞിരുന്നേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് കോൺസെപ്റ്റ് സെഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അന്നന്ന് എടുത്തേക്കണ കാര്യങ്ങള് അന്നന്ന് തന്നെ റിവൈസ് ചെയ്ത് പോവാ കേട്ടോ. ദ വെരി നെക്സ്റ്റ് ഡേ യു വിൽ ബി ഹാവിംഗ് യുവർ വർക്ക്ഔട്ട് സെഷൻ. ഫോർ ദാറ്റ് യു ഹാവ് ടു ബി thorough with the topics. Okay? Okay, Gauri. So, Anna. Okay. Anna, can you tell us about the nutrients and the importance of nutrients? എന്തിനാണ് നമ്മൾ ന്യൂട്രിയൻസ് എടുക്കുന്നത്? എന്തൊക്കെ കൈൻഡ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ഉള്ളത് എന്ന് അന്ന പറഞ്ഞേ. Nutrients provide energy, support growth, maintain various body
Body. Body functions are called nutrients. Okay. It പിന്നെ protect us from diseases. Okay. Okay. In example ആണോ മിസ്സേ? പറയൂ, എക്സാമ്പിൾ പറയൂ. എവിടെയും നോക്കി വായിക്കണ്ട കേട്ടോ, എവിടെയും നോക്കി വായിക്കരുത്. നോക്കില്ല. ആ. The major nutrients in our body food include our carbohydrates, proteins, fats, vitamins, and minerals. വെരി ഗുഡ് എന്നാ. ഓക്കെ, സോ യെസ്. Iron. Can you tell us about the importance of proteins? Iron, can you tell us about the importance of proteins? Iron. ടീച്ചർ പറയൂ. Can you tell us about proteins? ഇമ്പോർട്ടൻസ് ഓഫ് പ്രോട്ടീൻസ്. Yeah. Insha Mariam and Iza Mariam, I'll come back to you, okay? Let Iron finish this answer. Yes. Parayu. Iron, Parayu, what are the importance of protein? Why are we taking proteins? Parayu. For competing, repairing, and maintaining body. അപ്പൊ ഇതിന് നമ്മൾ എന്താ പ്രോട്ടീനിനെ നമ്മള് എന്താ വിളിക്കുന്നത്? പ്രോട്ടീനിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട് അല്ലെ. What are proteins actually, Iron? Are they energy giving food? Yes, teacher. Are proteins energy giving foods? Are they energy giving foods, Iron? Yes, teacher. പ്രോട്ടീൻ എന്ന് പറയുന്നത് എനർജി ഗിവിംഗ് ഫുഡ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. എക്സാമ്പിൾസും പറയൂ, Iron. If you don't know the answer, you can tell. Okay, moving on. Dakshesh. Dakshesh. Dakshesh, please unmute. ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. Please unmute and give me the answer. Proteins എന്താണ്? What are proteins actually? പറയൂ, എന്താണ് proteins? Dakshesh, please unmute and give me the answer, Dakshesh. Insha Mariam. Ma'am, may I go to toilet? Insha Mariam, can you give me the answer, please? Okay, which Can you tell us about protein? protein? ഇൻഷ ആണോ പറയണ്ടേ ഇസ ആണോ പറയണ്ടേ? ഇൻഷ പറഞ്ഞാ മതി. പ്രോട്ടീനെ കുറിച്ച് പറയാനാണോ? അതെ. പ്രോട്ടീൻ ഒന്ന് ക്യാമറ ഓൺ ആക്കുവോ? കാണുന്നില്ലല്ലോ രണ്ടാളെയും. protein give us എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ നമുക്ക് എന്തൊക്കെയാ തരുന്നേ? മസിൽസ്, മസിൽസ്. ബോഡി ബിൽഡിംഗ് ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും പ്രോട്ടീന് നമ്മളൊരു പേര് വിളിക്കില്ലേ? എന്താണത്? അഭിരാമേ വരാട്ടോ, ഒരു സെക്കൻഡ് ഇപ്പൊ വരാട്ടോ. പറ, എന്താണ് പ്രോട്ടീൻസ് ആക്ച്വലി എന്താണ്? ആദ്യം എനർജി ഗിവിംഗ് ഫുഡ്.
എന്താണ് ആർ ദ എനർജി ഗിവിംഗ് ഫുഡ്സ് ആണോ പ്രോട്ടീന്? അല്ല, പിന്നെന്താണ്? എനർജി തരും നമുക്ക്. പിന്നെ പക്ഷെ നമ്മൾ അതിനൊരു പേര് വിളിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ അതിനൊരു പേര് വിളിച്ചില്ലേ? ഇപ്പൊ പറഞ്ഞല്ലോ മസിൽസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ എന്തോ ഒരു പേര് തന്നെ ഇല്ലേ? ബോഡി പ്രോട്ടീൻസ് ആർ യെസ്, വെരി ഗുഡ്, ദേ ആർ കോൾഡ് ആസ് ബോഡി ബിൽഡിംഗ് ഫുഡ്. അതിന്റെ 2 എക്സാമ്പിൾസ് പറയോ? ബോഡി 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 ബിൽഡിങ്ങിനെ കുറിച്ചിട്ടോ? അല്ലടാ, പ്രോട്ടീൻസിന്റെ എക്സാമ്പിൾസ് പറയൂ. പ്രോട്ടീൻ എക്സാമ്പിൾ ഓർത്തൊക്കെ. പ്രോട്ടീൻ പ്രോട്ടീന് നമുക്ക് പ്രോട്ടീന് എനർജി തരും. പിന്നെ എടാ അതല്ലടാ, പ്രോട്ടീന്റെ എക്സാമ്പിളാ ഞാൻ ചോദിച്ചത്. ഏതൊക്കെ ഫുഡ് ഐറ്റത്തിലാ പ്രോട്ടീൻ ഉള്ളേ? മിൽക്ക്, ആ എഗ്, ആ ചിക്കൻ, ആ ഓക്കെ, ഫിഷ്. ഗുഡ്. ഓക്കെ, ഇനി പോവാനുണ്ട് പറഞ്ഞില്ലേ, പൊക്കോളൂ ട്ടാ. ഓക്കെ, അഭിരാം. ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. അത് കുഴപ്പമില്ല, ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? അഭിരാമേ, കാർബോഹൈഡ്രേറ്റ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ഏതൊക്കെ ഫുഡിലാ കാർബോഹൈഡ്രേറ്റ് ഉള്ളത്? റൈസ്, ആ ഏതൊക്കെ ആ ഏതൊക്കെ വെജിറ്റബിളാ? വെജിറ്റബിൾ ഏതിലൊക്കെയാണ്? എന്താ മാഡം, ഇത് പോരട്ടെ. ഇത് കിഴങ്ങില് ഏ കിഴങ്ങ് അതിനെന്താ നമ്മള് പറയാ? പൊട്ടാറ്റോ. വെരി ഗുഡ്, പൊട്ടാറ്റോയിലുണ്ട്. പിന്നെ ഏതൊക്കെ ഫ്രൂട്ടിലാ ഉള്ളേടാ അഭിരാമേ? ഏതൊക്കെ ഫ്രൂട്ട്സിലാ ഉള്ളേ? ആപ്പിൾ, ആപ്പിൾ ഇടാ? ഗ്രേപ്സിലില്ലേ? നമ്മൾ ഇന്നലെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കാർബോഹൈഡ്രേറ്റ്സ്. നമ്മള് മാരത്തോൺ ഒക്കെ ഓടുമ്പോ നമ്മൾ അത് കഴിക്കും. ഒന്ന് ഓർത്തോക്കി, എടാ മാരത്തോൺ ഓടുമ്പോ ഒരാൾക്ക് എനർജി പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി വേണം. അപ്പൊ എന്താണ് ആള് കഴിക്കുക? പ്രോട്ടീൻ്റെ. അതല്ല. ഓക്കെ, പോട്ടെ, സാരില്ല. ഓക്കെ, അഭിരാം മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ശ്രീഹരി, അൺമ്യൂട്ട് ചെയ്യൂ. Yes, ma'am. ശ്രീഹരി പറഞ്ഞോ. Can you tell us about carbohydrates? Carbohydrates. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് ആക്ച്വലി? ഒന്ന് ഓർത്തോക്കെ. Don't put the answers in chat box, okay? I told you from the very beginning. Yes, Drishya, you can. Can I? പറയൂ ദൃശ്. Yes, you can go. ശ്രീഹരി പറയൂ. Ma'am. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? Ma'am. No, please. ശ്രീഹരി, give me the answer. Ma'am. ശ്രീഹരി പറഞ്ഞോ, ശ്രീഹരി. Ma'am, ഒരു 1 minute. 1 minute. എന്താണ്? 1 minute. ഓക്കെ, പറഞ്ഞോ. ആലോചിച്ച് നോക്കിയിട്ട് പറ. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് ആലോചിക്കൂ, എന്നിട്ട് ഗിവ് മീ ദ ആൻസർ. Okay, ma'am. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തിനാ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നേ, Yes, ma'am. അത് ഇന്ന ഫുഡ് ഐറ്റത്തിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ണോ എടുത്തിട്ട് പോ. ഓക്കെ, ആര്യൻ. Teacher. ഓക്കെ, ക്യാമറ ഓൺ ആണ്. ഞാൻ ക്യാമറ കണ്ടില്ലേ? ഓക്കെ, ആര്യന് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറയാൻ പറ്റുമോ? Can you tell us about carbohydrates Ma'am, and can why I are say? we taking carbohydrates? Can I say? Okay, ഒരു സെക്കൻഡ് ആര്യൻ, ഒരു സെക്കൻഡ്. ശ്രീഹരി is back. Okay, ശ്രീഹരി പറഞ്ഞോ. ആര്യൻ, I'll come to you. Okay, ശ്രീഹരി വേഗം പറഞ്ഞോളൂ. Carbohydrates are compounds made by
ഏ എടാ ഞാൻ ചോദിച്ചു കാർബോഹൈഡ്രേറ്റ് എന്താണ്? ആ എന്താണ് കാർബൺ ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ. ഇതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. എന്താണ് കാർബോഹൈഡ്രേറ്റ്? നമ്മള് ഓക്കെ ശ്രീഹരി. ആര്യൻ പ്ലീസ് ടെൽ us about carbohydrates. Aryan. Carbohydrate is a rich source of energy giving food. Yes. Okay. എനർജി ഗിവിംഗ് ഫുഡ് ആണ്. ഏതൊക്കെ ഫുഡ് ഐറ്റത്തിലാണ് അത് മെയിൻ ആയിട്ടുള്ളത്? ആര്യൻ പറയൂ. Rice, ആ bread, ആ uh, potato. ഓക്കെ ഗുഡ്. ഓക്കെ വെരി ഗുഡ് ആര്യൻ. ഓക്കെ നെക്സ്റ്റ് Arish, please tell us about vitamins. Arish, please turn on your camera and tell us about vitamins. എന്തൊക്കെയാണ് വൈറ്റമിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക? ജനറലി വൈറ്റമിൻസും എന്താണ് വൈറ്റമിൻസ്? Vitamins protect our body from diseases. ഓക്കെ അപ്പൊ നമ്മൾ അതിന് എന്തോന്ന് പറഞ്ഞില്ലേ? എന്താണ് ഒരു പേര് നമ്മൾ കൊടുത്തു അല്ലെ? വൈറ്റമിൻസിനും മിനറൽസിനും ടുഗെദർ വി ഹാവ് കോൾഡ് ദം ഓർ വി ഹാവ് ഗിവൻ ദം എ നെയിം. എന്തായിരിക്കും അത്? അപ്പൊ പറഞ്ഞില്ലേ നമ്മളെ ഡിസീസസിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ അത് കറക്റ്റ് ആണ്. ഓക്കെ അപ്പൊ നമ്മൾ അതിനെ എന്താ വിളിക്കുക? നമ്മൾ ഡിസീസസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പം എന്താണത്? എന്ത് കൈൻഡ് ഓഫ് ന്യൂട്രിയന്റ് ആയിരിക്കും അത്? അല്ല ആ പേര് തന്നെ ഉണ്ടടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ പറഞ്ഞത് കറക്റ്റ് ആണ്. പറഞ്ഞോ. Body building foods. വൈറ്റമിൻ മിനറലാ. നീ ഇപ്പൊ പറഞ്ഞില്ലേ പ്രൊട്ടക്ട് ചെയ്യും ബോഡീനെ. ഇപ്പൊ എന്തായിരിക്കും അത്? Nutrients. പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ്. വെരി ഗുഡ്. ഇത്ര ഓർത്താ പോരാ, പേര് തന്നെ ആ സാധനം ഉണ്ട്. ഓക്കെ സോ വെരി ഗുഡ് ആരിഷ്. നിങ്ങളൊന്ന് ആലോചിക്കട്ടോ. നിങ്ങൾക്ക് ആൻസർ അറിയാം എല്ലാത്തിന്റെയും. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. എന്താണ് കാർബോഹൈഡ്രേറ്റ്, അത് എന്തിനൊക്കെയാണ് നല്ലത് എന്നുള്ളത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. അപ്പൊ ഇത് കഴിക്കുന്നതുകൊണ്ട് ഈ ഗുണം ഉണ്ടാവും. സോ ഇപ്പൊ പ്രോട്ടീൻ ആണെങ്കിൽ എന്താണ്, വൈറ്റമിൻ ആണെങ്കിൽ എന്താണ്, മിനറൽ ആണെങ്കിൽ എന്താണെന്നുണ്ട്. ഓക്കെ സോ ഗാതിക സുരേഷ്. ഗാതിക സുരേഷ്. ഹായ് ഗാതിക. ഓക്കെ Gatika, can you tell me about different vitamins? Can you tell me about the different vitamins? Yes, you can unmute and give me the answer. Yes, പറയൂ Gatika. പറയടാ. Should I define vitamins or like examples of vitamins? You can define about vitamins and you can give us some names of vitamins that you know. Oh, okay. Okay, So, you can start. okay. പറയൂ. Okay. So vitamins protect us from diseases and keeps our body healthy. Okay. അപ്പൊ എന്തൊക്കെ വൈറ്റമിൻസിനെയാണ്? വാട്ട് ഓൾ വൈറ്റമിൻസ് യു നോ? There are vitamins A, B, C, D, E, and K. Okay, very good, Gatika. Okay, moving on. Shahzur, can you explain about iron? നമ്മൾ എന്തിനാണ് അയൺ റിച്ച് ഫുഡ് കഴിക്കുന്നത്? നമ്മൾ അത് കഴിച്ചാൽ നമുക്ക് അയൺ കിട്ടും. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് അയൺ കിട്ടും. എന്താണ് അയൺ ആക്ച്വലി? എന്തിനാണ് അയൺ ഹെൽപ്പ് ചെയ്യുന്നത്? ഏതൊക്കെ ഫുഡ് ഐറ്റത്തിൽ അയൺ ഉള്ളത്? Can you tell us about iron? Iron helps us grow. Helps us grow. ഓക്കെ. അതെന്തിനാ മെയിൻ ആയിട്ട് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ എന്തിനാണ്? എന്തുണ്ടാവാനാണ്? അല്ലെ കാൽഷ്യം അറിയോ? കാൽഷ്യത്തിനെ കുറിച്ച് അറിയോ? എന്തിനൊക്കെയാ കാൽഷ്യം നല്ലത്?
Calcium to grow our bones. ആ ഓക്കെ, Calcium വെരി is ഗുഡ്. from dairy products. ആ Calcium ഡയറി is from പ്രൊഡക്ട്സിലുണ്ട്. dairy products. ആ ഡയറി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിലുണ്ട്. നമ്മുടെ എന്തിനൊക്കെ നല്ലതാണ് പറഞ്ഞ പോലെ ബോൺസിനും നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ എന്തിനാ നല്ല ഷാജുരെ? Teeth. വെരി ഗുഡ്. ബോൺസ് ആൻഡ് ടീത്തിന് വളരെ നെസസറി ആണ് അല്ലെ? ഓക്കെ, ഡൺ. സോ ഹലീമത്ത്, ഹലീമത്ത്, ഹലീമത്ത് ഷാദിയ, please turn on your camera. Halimat Shadia, please turn on your camera. Anirudh Unnikrishnan, turn on your camera. Adi Shankar, turn on your camera. Ayaz Abdul Majid, please turn on your camera. Okay. So, Anirudh Unnikrishnan, Anirudh Unnikrishnan, please turn on the camera and please give us the answer for the question number 3. Describe the role of iron. Describe the role of iron. Iron എന്തിനാണ്? ഇപ്പം ഷാസൂർ നമുക്ക് കാൽഷ്യം പറഞ്ഞു. അനിരുദ്ധ പറയൂ. Can you tell us about iron? അയണിനെ കുറിച്ച് പറയാവോ അനിരുദ്ധ്? Anirudh, Anirudh, am I audible to you? If yes, please put the message in the chat box. I can't see you. Anirudh? Hi, Anirudh. Anirudh? Anirudh? Okay, Anirudh is not responding. Daksha? 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 Yes, miss. Can you tell us about iron, the role of iron? Iron. Ah, Iron helps to ah. uh, You can tell in the language that you are very comfortable with. You can tell us in any language. If you're okay with Malayalam, you can go with that. നമ്മൾ എന്തിനാ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയണത്? എന്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ്? blood. ബ്ലഡ് ഉണ്ടാവാനാ. അപ്പൊ അത് എന്തിനു ഹെൽപ്പ് ചെയ്യും? ഏത് കോമ്പണന്റിനെ സിന്തസൈസ് ചെയ്യാനാ ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ? ഞാൻ പറഞ്ഞു നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സംഭവം കുറവാണെങ്കിൽ നമ്മളോട് ഡോക്ടേഴ്സ് പറയും ദാറ്റ് യു ഹാവ് ടു ടേക്ക് അയൺ റിച്ച് ഫുഡ്. അപ്പൊ വെരി ഗുഡ്. അപ്പൊ നമ്മളിങ്ങനെ ഓർത്ത് കണക്ട് ചെയ്ത് പഠിക്കുക. അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലഡ് ഉണ്ടാവാനാ. അപ്പൊ ബ്ലഡിൽ എന്താണ്? ഹീമോഗ്ലോബിൻ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കും. വെരി ഗുഡ്. അപ്പം പറയൂ ദക്ഷ, അതിന്റെ അടിപൊളി സോഴ്സസ് ഏതൊക്കെയാണ് അയണിന്റെ? Beetroot. പിന്നെ പറയട്ടെ. ബീട്രൂട്ട്, pomegranate. Very good, Daksha. Very good. Okay. So, Naived, 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 Naived. Hello. Hi, Naived. Please turn on the camera. I can't see you. ക്യാമറ ഓൺ ആക്കോ? ഒന്ന് കാണണില്ലല്ലോ നൈവേദ്യനെ. ക്യാമറ ഓൺ ആക്കാത്തവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കിയേ. അല്ലെ ഞാനിപ്പോ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് ചോദിക്കാം ഈ കുട്ടി എന്താ ക്യാമറ ഓൺ ചെയ്യാത്തേന്ന്. എല്ലാരും ഒന്ന് എവിടെ കാണുന്നില്ലല്ലോ നൈവേദ്യനെ? നൈവേദ്യ എവിടെ? ഓക്കെ, നൈവേദ് പറയൂ. Can you tell us about minerals? Can you tell us about minerals? Akshita, I'll come to you, okay? Can you tell us about minerals? Naived, clear അല്ലടാ, ബ്രേക്ക് ആയി പോകുന്നേ. എന്താണ് മിനറൽസ്? എന്തൊക്കെയാണ്? ഇല്ല, ക്ലിയർ അല്ല, ബ്രേക്ക് ആയി പോകുന്നുണ്ട്. നൈവേദിന് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? നൈവേദ്? അയ്യോ, നൈവേദ് പോയല്ലോ. നൈവേദ്, ഹായ്, കേക്കാം. ആടാ, നീ പറഞ്ഞ എനിക്ക് കേക്കാം. പറയൂ നൈവേദ്, മിനറൽസിനെ കുറിച്ച് പറയോ? വാട്ട് ആർ മിനറൽസ് ആക്ച്വലി?
ക്ലിയർ ആവണില്ലല്ലോ. ഇൻ ബിറ്റ്വീൻ വോയിസ് ഇസ് ഗെറ്റിംഗ് ബ്രേക്ക്. വോയിസ് ബ്രേക്ക് ആയിട്ടാ കേൾക്കണേ. ഐ കാൻ ഹിയർ യു പ്രോപ്പർലി. ദാറ്റ്സ് ഓക്കെ നൈവേദ്. Akshita, can you tell us about mineral? Minerals are like they fight from diseases Okay. and help to look our body like nice also. Mm. And Can you give some examples of minerals? examples. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മിനറൽസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റമിൻസ് കഴിഞ്ഞിട്ട്. ഓർക്കുണ്ടോ? Yes, like iron, Mm. iodine, Ah. iodine, അയോഡിയൻ അല്ല, ഇറ്റ്സ് ഐഡൻ. അയൺ. ഓക്കെ, പിന്നെ ഏതായിരുന്നു? then like one more was there. ഏതായിരിക്കും? So Mm. about calcium, യെസ്, കാൽസ്യം, calcium, അയൺ. കാൽസ്യം ഉണ്ട്, calcium, iodine, and like iron. അയൺ. ഓക്കെ, വെരി ഗുഡ്. സോ അബിഗെയിൽ ആന്റണി, Yes, teacher. can you tell us about the mindful eating? How the mindful eating contributes to a better health? Um, um, ഷാരോൺ, ഫർഹിയ വരുന്നുണ്ടോ? പേടിക്കണ്ട, പ്രിപ്പയർഡ് ആയിട്ടിരിക്കൂ. You know the answer, Abigail? it's a question. എടാ, it's about how the mindful eating contributes to a better health. It's a മലയാളത്തിൽ പറഞ്ഞിട്ട്. മതി, Um, എന്താണോ അറിയുന്നത് അത് പറഞ്ഞാൽ മതി. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ശ്രദ്ധിച്ച് കഴിക്കാനും നല്ല ഹെൽത്തിലോട്ട് ആ. പോകാനും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, പിന്നെ പിന്നെ എന്താണ്? ഓക്കെ, ഒരു പോയിന്റ് പറഞ്ഞു. ഓക്കെ, സാരില്ല. ഇനി ഷാരോൺ ഗ്രേസ് ജോഷി. ഷാരോൺ ഗ്രേസ്. Yes, miss. Mineral, no. Mindful Mineral അല്ല. eating, ആ. we will eat food in adequate amounts of nutrients, right? Okay, Like in a yes. balanced diet, you will be thoughtful and eat good food and healthy, right? So if Yes, we very eat this good and healthy food, our body will become healthy and it will help us fight diseases, Okay, very leading good, to Sharon. better health. Okay, very good. Very good. Also, I couldn't answer that time because my internet got cut off. That's okay, Sharon. That's okay. Da? Okay. So, Nihal. Yes, ma'am. Can you tell us some examples of calcium-rich food? calcium-rich food, milk products, Okay. Then, can you give some examples for iron-rich food as well? leafy vegetables, beetroot, Okay. പിന്നെ pumpkin seed, Okay. Good, Nihal. Okay. അതുപോലെ ഗാത്തിക പറഞ്ഞു. നൈവേദിന്റെ ഇന്റർനെറ്റ് ഇപ്പൊ ഓക്കെ ആണോ നൈവേദ്? അഭിരാം, ഒരു മിനിറ്റ് കേട്ടാ. നൈവേദ്, Hello. hi. Okay. Naive, can you tell us about the importance of taking vitamin C? The importance of taking vitamin C? Vitamin C
help us to um, ആ help ഹെൽപ്പ് us to എന്തിനൊക്കെയാണ് വൈറ്റമിൻ സി നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്? um, to improve our eyesight. അല്ല, എന്തിനായിരിക്കും നമ്മളോട് വൈറ്റമിൻ സി മസ്റ്റ് ആയിട്ട് എടുക്കണം എന്നൊക്കെ പറയുന്നത്? എന്തിനൊക്കെ ആയിരിക്കും? നിങ്ങൾ എല്ലാവരും Example, ഇല്ലേ, എക്സാമ്പിൾ അല്ല, ആ, എന്തിനാണ്, വൈ ഇസ് ഇറ്റ് നെസസറി ടു ടേക്ക് ദ വൈറ്റമിൻ സി ഓൺ ഡേ ടു ഡേ ബേസിസ്? എന്തിനാണ് മെയിൻ ആയിട്ട് നമ്മളോട് വൈറ്റമിൻ സി എടുക്കണം എന്ന് പറയാം? നമുക്ക് എന്ത് കിട്ടാനാണ്? vitamins. ആ വൈറ്റമിൻസ് കിട്ടാനാണല്ലോ നമ്മളെല്ലാം കഴിക്കുന്നത്. ഓക്കെ, അത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചത്. That I don't know. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. സാക്കേത് സാക്കേത് അയ്യോ, സാക്കേത്തിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സാക്കേത് 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 Yes, can ma'am. you tell us the importance of taking vitamin C? Vitamin C. ഉം. I എന്തിനാണ് don't നമ്മൾ വൈറ്റമിൻ actually സി? know the vitamin C, but I know D and A. വൈറ്റമിൻ സി പറയും. വൈറ്റമിൻ സി നമ്മളിപ്പോ റിവൈസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു വൈറ്റമിൻ സി എടുക്കണം എന്തിനാണ്, അതെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും, ഒന്ന് ഓർത്ത് വെക്കേ. I remember. എന്തിലൊക്കെയാണ് വൈറ്റമിൻ സി പ്രസന്റ് ആയിട്ടുള്ളത്? ഏതൊക്കെ ഫുഡ് ഐറ്റത്തിലാണ് വൈറ്റമിൻ സി ഉള്ളത്? Um, milk. മിൽക്കിലുണ്ടോ വൈറ്റമിൻ സി? എന്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, വൈറ്റമിൻ സി ഏതിലായിരിക്കും? ആ ഫസ്റ്റ് ലെറ്ററിൽ തന്നെ സാധനമുണ്ട്. Uh, Okay, you told us that you know about vitamin A. Then can you tell us about vitamin A? like, what was it? വൈറ്റമിൻ എ അറിയാന്ന് പറഞ്ഞില്ലേ, അപ്പൊ വൈറ്റമിൻ എനെ കുറിച്ചൊന്ന് പറയോ? I can't also remember. I know D. ആ എന്നാ ഡി പറയൂ. Um, food or the മലയാളത്തിൽ പറയട്ടെ. ആ പറഞ്ഞോ. നമ്മൾ സൺലൈറ്റ് കൊള്ളുമ്പോ വൈറ്റമിൻ ഡി രാവിലെ കിട്ടും. സൺലൈറ്റ് ആ കൊള്ളുമ്പോ ഓക്കെ, കിട്ടില്ലേ? കിട്ടും. അതുപോലെ തന്നെ എന്തിനാണ് വൈറ്റമിൻ ഡി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? വൈ ഇസ് വൈറ്റമിൻ ഡി ഇമ്പോർട്ടന്റ്? That I don't know. ഓക്കെ, സോ ഇറ്റ്സ് ഓക്കെ സാക്കേത്. ആ അഭിരാം, അഭിരാം അഭിരാം പറയൂ. എന്താ അഭിരാം ഹാൻഡ് റൈസ് ചെയ്തു. എന്തായിരുന്നു ഹാൻഡ് റൈസ് ചെയ്തത്? മാഡം? മാഡം പറഞ്ഞു. ഞാനില്ലേ ഇത് ലേറ്റായിട്ട് അറിയാൻ സോറിയേ. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീഹരി, Yes, ma'am. can you tell us about vitamin? No, I don't know vitamin, but I hand raised for the example of vitamin C. Okay, okay. So, okay. Then Adityan, Gauri, Anirudh, Arish, please turn on the camera. Please turn on your cameras. Turn on your cameras, please. Okay. Joanne Johnson. Yes. Can you tell us about vitamin C? Why it is necessary to take vitamin C? And can you give us some examples of vitamin C? വൈറ്റമിൻ സിയുടെയാ ഡെഫിഷ്യൻസി ഡിസീസ് ആണോ? ഡെഫിഷ്യൻസി ഡിസീസ് നമ്മൾ എടുത്തില്ല. ഞാൻ ചോദിച്ചത് വൈറ്റമിൻ സിനെ കുറിച്ചിട്ട് പറയാനാ. വൈറ്റമിൻ സിനെ കുറിച്ച് പറയാനാ? ഏത് ഫ്രൂട്ട് ഐ മീൻ ഏതൊക്കെ ഫുഡ് സോഴ്സസിലാണ് വൈറ്റമിൻ സി ഉള്ളത്?
നോക്കട്ടെ. ക്യാരറ്റ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതൊക്കെ ഫുഡ് ഐറ്റത്തിലാണ് വൈറ്റമിൻ സി ഉള്ളത്. ഒന്ന് ഓർക്കട്ടെ. ആ പേരിൽ തന്നെ ഉണ്ട്, സി എന്ന് പറഞ്ഞ ലെറ്ററിൽ സ്റ്റാർട്ടിങ്. ഒന്ന് ഓർത്ത് നോക്കൂ. ഒന്ന് ഓർക്കട്ടെ. ആ വേഗാവട്ടെ. Okay, that's okay, Jawan. Okay. ലിയ. ഇവിടുത്തെ ഈ ലിയനെ കാണുന്നില്ലല്ലോ. ഇൻഷ മറിയം. ഹലോ ഹായ് ഇൻഷ. ഇൻഷയുടെ കൂടെ വേറൊരാളില്ലേ? ഇഷ. ഇസ. Iza. Okay, hi Iza Mariam. Okay, Iza Mariam, the question goes to you. Iza, can you tell us some examples of vitamin C and why it is necessary to take vitamin C? Vitamin C. അറിയില്ല. വാലിക്ക് കിട്ടും, ഞാൻ പറഞ്ഞില്ല. അറിയോ? Okay. ഇല്ല. Okay. So, ഒരു സെക്കൻഡ്. Halimat Shadia. Yes, ma'am. Halimat Shadia, can you give some examples of vitamin C? Vitamin C ഉള്ള ഫ്രൂട്ട്സോ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം പറഞ്ഞേ. Vitamin C, right? I don't know, but I will tell. Okay. Carrot. ക്യാരറ്റ് അല്ല. ഓക്കെ, വേറെ ഏതാണ്? ദെൻ എന്തായിരുന്നു ഹാൻഡ് റൈസ് ചെയ്തത്? ഹലീമത്ത്. അതല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ട്. ഏത് ക്വസ്റ്റ്യനിലെ ഡൗട്ട് ഉള്ളേ? പോയോ? ഹലീമത്ത് പോയി. ഓക്കെ, സോ യെസ്, നിങ്ങൾക്കൊക്കെ പ്രശ്നം വൈറ്റമിൻ സി ആണെങ്കിൽ വൈറ്റമിൻ സി ഇസ് ഓൾവേസ് ഗുഡ് ഫോർ പ്രൊവൈഡിങ് എ ഗുഡ് സപ്പോർട്ട് ഡ്യൂറിങ് ദ ഡിസീസ് കണ്ടീഷൻസ്. നമുക്ക് ആ ഡിസീസ് കണ്ടീഷൻസിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാനും അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഇറ്റ് ഫൈറ്റ്സ് അഗെയിൻസ്റ്റ് ഡിസീസസ്. നമുക്ക് ഡിസീസസിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ എന്ത് വേണം? വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നെല്ലിക്ക, കിവി, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉള്ളത്? സിട്രസ് ഫ്രൂട്ട്. ആ സീന്ന് ആലോചിക്കുമ്പോ നിങ്ങൾ ഓർക്കുക, സിട്രസ് ഫ്രൂട്ട്സ് ആലോചിക്കുക. എന്തൊക്കെയാണ് സിട്രസ് ഫ്രൂട്ട്? ലെമൺ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. സോ ഇതുപോലത്തെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ എന്ത് പ്രസന്റ് ആണ്? വൈറ്റമിൻ സി പ്രസന്റ് ആണ്. അപ്പോൾ എഴുതി വെക്കാം വൈറ്റമിൻ സി. ഞാൻ ഇന്നലെ സ്ലൈഡ്സ് കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു യു ഹാവ് ടു നോട്ട് ഡൗൺ ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അപ്പൊ എന്തൊക്കെയാണ് വൈറ്റമിൻ സിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് എഴുതി വെക്കുക. ഇറ്റ് ഹെൽപ്സ് ടു ഫൈറ്റ് അഗേൻസ്റ്റ് ഡിസീസസ്. അതേപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് ആംല, ഗോവ, കിവി, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ലെമൺ, അതുപോലെ ഓറഞ്ച്. ഓൾ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് വൈറ്റമിൻ സി. ഇനി വൈറ്റമിൻ സി ചോദിച്ചാൽ അറിയില്ല എന്ന് ആരും പറയരുത്, ഞാൻ പിന്നെയും പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ നമ്മള് ബാലൻസ് ഡയറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് അല്ലെ? എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും റൈറ്റ് പ്രപ്പോർഷനിലുണ്ട്. ഫോർ വാട്ട് പർപ്പസ് ദേ ആർ ഇൻ? It is for good health and proper body functions. We are supposed to take അല്ലെങ്കിൽ we are supposed to go with a balanced diet on day-to-day basis. അതിൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റ്സും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഫൈബറും വാട്ടറും മെയിൻ ആയിട്ട് അല്ലെ. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നമുക്ക്
ഫൈബർ അത്ര ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ദേ ഹെൽപ്സ് ഇൻ ഡൈജഷൻ ആൻഡ് ഫോർ ഈസിയർ എക്സ്ക്രീറ്ററി മോഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് അതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച്. പ്രോട്ടീൻസ് ആർ എന്താണ് എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത് ആൻഡ് റിപ്പയർ അല്ലെ, അത് ബോഡി ബിൽഡിംഗ് ഫുഡ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്താണ് എനർജി ഗിവിംഗ് ഫുഡ് ആണ്. അതുപോലെ വൈറ്റമിൻസ് എന്താണ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ടുഗെദർ ദേ ആർ കോൾഡ് ആസ് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ്. അത് നമുക്ക് എന്താണ് ഡിസീസസിനെ അഗൻസ്റ്റ് നമുക്ക് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ദ വൈറ്റമിൻ സി ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി തരാൻ അല്ലെ, പ്രതിരോധ ശക്തി നമ്മൾ പറയില്ലേ. സോ നമുക്ക് ഡിസീസിനെ അഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് എന്ത്, വൈറ്റമിൻ സി. മൂവിങ് ഓൺ, ദ ഇമ്പോർട്ടൻസ് ഓഫ് കാൽഷ്യം ആൻഡ് അയൺ. അയൺ എന്തിനെ ഹെൽപ്പ് ചെയ്യും, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് ബ്ലഡ്. അതുപോലെ തന്നെ എന്താ, ഇറ്റ് ക്യാരീസ് ഓക്സിജൻ ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ക്യാരി ചെയ്യാൻ മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ആര്, അയൺ. സോ ഇതിന്റെ ഡെഫിഷ്യൻസി വിൽ ലീഡ്സ് ടു അനീമിയ. സോ എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ഫുഡ്സ് നമ്മൾ പഠിച്ചു. എന്താണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും സ്പിനച്ച്, ജാഗ്രി, മീറ്റ്, ഓൾ ദീസ് ആർ സം എക്സാമ്പിൾസ്. ലൈക്ക് ബീറ്റ്റൂട്ട് ഉണ്ട്, പൊമഗ്രാനേറ്റ് ഉണ്ട്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, അയണിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഇസ് കാൽഷ്യം. കാൽഷ്യം എന്താണ്, ദീസ് ആർ എസെൻഷ്യൽ ഫോർ ആർ ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഹെൽപ്സ് ഇൻ മസിൽ മൂവ്മെന്റ് ആൻഡ് നെർവ് ഫങ്ഷൻ. ഇത് ഓർക്കുക. അതുപോലെ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണ് അവിടെ വീക്ക് ബോൺസ് ആയിരിക്കും. മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യാൻ നമ്മുടെ ബോൺസ് ആൻഡ് ടീത്തിനെ തന്നെ ആയിരിക്കും. ഇത് ഏതിലൊക്കെയാ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിൽ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ആൻഡ് ബിഫോർ ദാറ്റ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദോസ് ഹു ഹാവ് ഗിവൻ മീ ദ ആൻസേഴ്സ് ആൻഡ് ഫോർ ദ വൺസ് ഹു കുഡന്റ്. സോ പ്ലീസ് ഗോ ത്രൂ ഓൾ ദ ടോപ്പിക്. നമ്മൾ എടുത്ത എല്ലാ ടോപ്പിക്കും ഒന്നുകൂടെ നോക്കുക. നിങ്ങൾക്ക് എവിടെയാണോ ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് യുവർ ക്ലാസ് ടീച്ചർ, യു ക്യാൻ സെൻഡ് എ മെസ്സേജ്. ഓക്കെ, ഷീ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. അപ്പം സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് ഇനിയും യു ഹാവ് ചാൻസസ്, യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ. ഓക്കെ, സോ ദൃശ്യ, ദൃശ്യ യെസ്. ഓക്കെ. ഇപ്പൊ ദൃശ്യം ഒന്ന് പറഞ്ഞേ, വൈറ്റമിൻ സിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞേ. It gives you Ah. immunity. വെരി ഗുഡ്. ഓക്കെ, അപ്പം വൈറ്റമിൻ സിയിലുള്ള സി ഉള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കും ദൃശ്യ? ദൃശ്യയുടെ അടുത്തിരിക്കുന്നത് ഇസ് യുവർ ബ്രദർ? Yes. ആർ യു ട്വിൻസ്? Yes. ഹായ് ധ്രുവ്. സോ ധ്രുവ്, can you give me examples for vitamin C, ധ്രുവ്? Vitamin C. എക്സാമ്പിൾസ് പറയോ വൈറ്റമിൻ സിന്റെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിട്ട്. സി, ആ പേര് തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. Citrus fruits. സിട്രസ് ഫ്രൂട്ട്സ്. ഓക്കെ, സിട്രസ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് സിട്രസ് ഫ്രൂട്ട്സ്? Lemon, guava, ഓക്കെ amla, orange. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ധ്രുവ്, വെരി ഗുഡ്. അപ്പം ക്ലിയർ ആയല്ലോ. ഇത്രയാണ് സിട്രസ് ഫ്രൂട്ട്സ് നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ അത് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഇറ്റ് ഹെൽപ്സ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിസീസസ്. എങ്ങനെ? ബൈ പ്രൊവൈഡിങ് us the immunity. So how mindful eating contributes to a better health? കുറേ പോയിന്റ്സ് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഓവർ ഈറ്റിംഗ് പ്രിവെന്റ് ചെയ്യും, ഓവർ വെയിറ്റ് ആയിട്ട് പോകുന്ന പ്രശ്നങ്ങൾ പ്രിവെന്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ഫുൾനെസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അല്ലെ. ഇഫ് വി എൻജോയ് ആൻഡ് ച്യൂ ദ ഫുഡ് പ്രോപ്പർലി ഇറ്റ് വിൽ മേക്ക് our tummy full. അതേപോലെ തന്നെ നമുക്ക് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ഇമോഷണൽ ഈറ്റിംഗ് അല്ലെ. നിങ്ങളുടെ സ്ട്രെസ് ഈറ്റിംഗ് ഒക്കെ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. Okay, so by practicing this mindful eating, the individual can maintain a healthy weight and develop better eating habits, leading to a improved physical and mental well-being. So vitamins in the choichu, vitamins are nutrients in smaller amount for proper growth and development and protection of diseases. അതുകൊണ്ട് എന്താണ് നമ്മൾ അവരെ വൈറ്റമിൻസിനെയും മിനറൽസിനെയും together we call them as protective nutrients. അത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ അയണിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. എന്താണ് അയണും കാൽഷ്യം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ അയൺ എന്തിനാണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ അല്ലെ. കാൽഷ്യം ഇസ് ഓൾവേസ് ഗുഡ് ഫോർ ബോൺസ് ആൻഡ് ടീത്ത്. സോ യെസ്, ദിസ് ഇസ് ഇറ്റ്. അപ്പൊ എല്ലാവർക്കും ഓർമ്മയില്ലേ? അഭിരാം ഓക്കെ അല്ലേ? മൃദുൽ,
Gartika, Saket, Akshita, Atmat, Jawan, Arush, Adishankar. So, എല്ലാവർക്കും ഇതൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഫർഹിയ. So, yes, ഞാൻ പറഞ്ഞ പോലെ those who couldn't give the answer, that's okay, completely okay. You can just go through the topic again. You can prepare yourself and make the topic clear. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് യുവർ ക്ലാസ് ടീച്ചർ, ടെൽ ഹർ യുവർ ഇഷ്യൂസ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താന്ന് പറയാ. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നന്നായി പ്രോപ്പർ ആയിട്ട് ആൻസേഴ്സ് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ടോപ്പിക്സ് പഠിച്ചിരിക്കാം. ഓക്കെ ആണല്ലോ? സോ യെസ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഹാൻഡ് റൈസ്. ഐ വിൽ അൺമ്യൂട്ട് യു. ഓക്കെ, ശ്രീഹരി, എന്തായിരുന്നു ശ്രീഹരി? Yes, ma'am. എന്തായിരുന്നു ശ്രീഹരി ഹാൻഡ് റൈസ് ചെയ്തത്? Ma'am, I want to say that vitamin C is examined. That's why. Then I ഓക്കെ, forgot. എന്നാ പറഞ്ഞേ. Lemon, orange. Lemon and orange. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഓർക്കുക. ഓക്കെ, കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. നല്ല രീതിയിൽ ആൻസേഴ്സ് പറയാൻ ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. Good night. Good night, ma'am. Good night. Good night. Yes, you can leave. Good night, everyone. So bye. Thank you so much. Thank you, thank you, thank you all for your cooperation and for giving me good answers. So bye. See you all in the next class. Bye.